ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിക്കുകയാണ്. അകടിച്ചു വാരലും മുറ്റടിച്ചു വാരലും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേഗം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അയൽവാസിയാണ് സജിലേച്ചിന് ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ വന്ന് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അമ്മേനോട്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് കേട്ടോ അമ്മ. സജിലേച്ചി ഇത് അവിടെ സീറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മുറ്റടിച്ച് ഇരിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും കുറച്ച് നേരം അടിച്ചു വരും. കുറച്ച് നേരം അവരെ കൂടെ വർത്തമാനം പറഞ്ഞ് വൈകുന്നേരമായ പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാകും. കുറച്ച് ചില ദിവസങ്ങളിൽ നമ്മൾ അവരെ വീട്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ വീട്ടിൽ വന്നിരിക്കും, അല്ലെങ്കിൽ പാപ്പൻ്റെ വീട്ടിൽ. അങ്ങനെയൊക്കെ നമ്മൾ വൈകുന്നേരം ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കുറച്ച് നേരം ചിലപ്പോൾ കിടന്നുറങ്ങും. പിന്നെയുള്ള സമയങ്ങളൊക്കെ പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തെക്ക് ഭാഗത്ത് കുറച്ച് പറമ്പ് പോലെ ഉണ്ടല്ലോ, പാടത്തിൻ്റെ കര. അപ്പോൾ അവിടെ അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇന്ന് സജിലേച്ചി പിന്നെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മനായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമൊന്നും ആളറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ, ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ. പിന്നെ വേഗം പണിയൊക്കെ വേഗം കഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ അടുത്ത് സജിലേച്ചിൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. അപ്പോൾ അവിടെ അമ്മയുടെ മുറി കെട്ടാനായിട്ട് ഒരു സിസ്റ്റർ വരും. അപ്പോൾ ആ സിസ്റ്റർക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്, പെട്ടെന്നുണ്ടായ കല്യാണമാണ് അത്ര. അപ്പോൾ അവർക്ക് ആ കല്യാണത്തിൻ്റെ അവിടെ നിന്ന് ഒരു ചുരിദാറും സാരി എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് രാവിലെയാണ് എടുത്തത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് എൻ്റെ അടുത്ത് തയ്ക്കാനായിട്ട് കൊണ്ടുവന്നത്. നാളെ രാവിലെ 7 മണിയുടെ മുന്നേ ആയിട്ട് ചേച്ചിക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തയ്ക്കണം, കട്ട് ചെയ്യണം, കുറേ പണികളുണ്ട്. അപ്പോൾ ഞാൻ വേഗം എല്ലാ പണി ഒതുക്കുകയാണ് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലും അകടിച്ചു വാരലും കഴിഞ്ഞ് പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഓലയൊക്കെ വെക്കും. അപ്പോൾ ആ ഓലയൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇവിടെ ഒരു കയറിങ്ങനെ വലിച്ച് കെട്ടിയിട്ട് അതിങ്ങനെ കുത്തി ചാരി വെക്കും കേട്ടോ. അങ്ങനെ കുത്തി ചാരി വെച്ചാൽ പിന്നെ ഓല അങ്ങനെ ചീഞ്ഞ് പോകില്ല. നമുക്ക് മഴ ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഉണക്കി വെട്ടി കത്തിക്കാറോ വിചാരിച്ച് ഞാനങ്ങനെ കുത്തിച്ചാരി വെക്കലാണ് കേട്ടോ. ഓരോ ദിവസം കിട്ടുന്ന ഓല അങ്ങനെ കുറേശ്ശെ പാടാൻ കുത്തിച്ചാരി വെക്കും. അങ്ങനെ പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഞാനും സജിലേച്ചിയും കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഒരു 4:30 ഒക്കെ ആ സമയത്ത് പിന്നെ ഞാൻ അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടാണ്. അപ്പോൾ ഒരു ബ്ലൗസും ഒരു ചുരിദാറുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലൈനിങ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നൂലൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഞാൻ ഏട്ടനോട് മേടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി. ഇപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, വിഷു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തയ്ക്കാനൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. കുറേ ഇപ്പോൾ തയ്ക്കാനൊന്നും കിട്ടാറില്ല. അതേപോലെ തന്നെ മഴയായ കാരണം ഏട്ടന് ഓട്ടോ ഒക്കെ കുറവാണ്. അപ്പോൾ ഇത് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറേ ദിവസമായി നമ്മുടെ കയ്യിൽ അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് അടിച്ചു കൊടുത്താൽ അങ്ങനെ നല്ലതല്ല. അപ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്കിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ക്കാനൊക്കെ കിട്ടുന്നത് വലിയൊരിതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്നും ഡ്രസ്സ് എടുക്കണ അങ്ങനത്തെ ഒന്നും ആൾക്കാരല്ല കേട്ടോ. എന്തെങ്കിലും ആണ്ടർതി, അതായത് എന്തെങ്കിലും വിശേഷങ്ങളോ അല്ലെങ്കിൽ ഓണോ വിഷു അല്ലെങ്കിൽ കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ ഡ്രസ്സ് എടുക്കുള്ളൂ. അല്ലാതെ അണിഞ്ഞാലുള്ള കല്യാണങ്ങൾക്കും അങ്ങനെ എടുക്കാറില്ല. ഓണം വിഷുവിനൊക്കെ എടുക്കാറ്. അപ്പോൾ ഈ സിസ്റ്റർ തന്നെ അവരെ മുതലാളി എന്താ പറയുക, മുതലാളി എന്നെന്തോന്ന് അവർ മേടിച്ച് കൊടുത്താണ് സാരി ചുരിദാറൊക്കെ. അപ്പം അങ്ങനെ തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം ഞാൻ സാരി ഇങ്ങനെ സജിലേച്ച് ബ്ലൗസ് ഇങ്ങനെ മുറിപ്പിക്കുകയാണ് സാരിയുമെന്ന്. ഇപ്പോൾ കുറേ ആയിട്ടാണ് തയ്ക്കാൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തർ സാരി ചുരിദാറൊക്കെ തയ്ക്കാൻ കൊണ്ടുവന്നാൽ ഞാനതിങ്ങനെ എനിക്ക് വെച്ച് നോക്കൂട്ടോ രസമുണ്ടോയെന്നൊക്കെ. പിന്നെ കുറേ ആയി ഞാൻ സാരിയൊക്കെ മേടിച്ചിട്ട്, കുറേ ആയി 2 വർഷത്തിന് മേലെ ആയിട്ടുണ്ടോ സാരിയൊക്കെ മേടിച്ചിട്ട്. സാരി ഞാൻ അങ്ങനെ ഉടുക്കാറില്ല, പക്ഷെ ഇഷ്ടമാണ് കേട്ടോ സാരി ഉടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ സനലേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല.
ഞങ്ങൾ പാപ്പന്മാരും ഞങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ വലിയച്ഛൻ ചെറിയച്ഛൻ മക്കൾ അങ്ങനെ അമ്മായിമാരുടെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല, ഒരുപാടൊന്നുമില്ല. കുറച്ച് ഒരു 5-6 കുടുംബമേ ഉള്ളൂ, 5-6 വീടേ ഉള്ളൂ, കുടുംബമേ ഉള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ വലിയച്ഛൻ ചെറിയച്ഛൻ അങ്ങനെയൊക്കെ കുറേ കുടുംബമുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കല്യാണം വരുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ അയൽവാസിത്തതോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ ബന്ധുക്കളെ അങ്ങനെയൊക്കെ കല്യാണങ്ങളൊക്കെ വരണം കേട്ടോ. നമ്മളെന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവണമെങ്കിൽ. പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും പാപ്പൻ്റെ മക്കളും എൻ്റെ മക്കളൊക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ. ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 പഠിക്കുന്ന മക്കളാണ്. പിന്നെ അവരൊന്നും കല്യാണം കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി അവരൊക്കെ വലുതായി വന്നിട്ടൊക്കെ ആവും നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ സാരി കണ്ടപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും തയ്ക്കാൻ കൊണ്ടുവന്നാലും അങ്ങനെ ജസ്റ്റ് എനിക്കൊന്ന് വെച്ച് നോക്കും. എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ വെച്ച് നോക്കാൻ. എപ്പോഴും അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ വെച്ച് നോക്കണം കണ്ടപ്പോൾ സജിലേച്ചിയും വന്നിട്ട് അങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ അളവൊക്കെ എടുത്തിട്ട് അങ്ങനെ നോട്ട്ബുക്കിൽ അങ്ങനെ എഴുതി വയ്ക്കും. എന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ പോയതാണ് കേട്ടോ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മോര് കൊണ്ടുവന്നിരുന്നു. അവിടെ കുട്ടികൾക്ക് മോരുണ്ടാക്കുമല്ലോ. അപ്പോൾ അത് ബാക്കിയായപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ സജിലേച്ചിക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി എടുത്തു കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു ബ്ലൗസും ഒരു ചുരിദാറാണ് തയ്ക്കാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ തയ്ക്കണം. ഒരുപാട് നേരമൊന്നുമില്ല. ഇപ്പോൾ 5 മണിയുടെ അടുത്ത് ആ സമയമായിട്ടുണ്ട്. ഇപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് അടിക്കലും കട്ട് ചെയ്യലും അടിക്കലും ബ്ലൗസ് തുന്നാനും അയൺ ചെയ്യാനും അങ്ങനെ കുറേ പണിയുണ്ട്. പോരാത്തതിന് വീട്ടിൽ വൈകുന്നേരത്തിന് ചോറ് വെക്കണം. അച്ഛൻ മീൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മീൻ കറി വെക്കണം, അത് പൊരിക്കണം. അതിലിടയ്ക്ക് മോൾക്ക് എന്തെങ്കിലും ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറേ പണിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന വീഡിയോസിലല്ല, ഒരു ദിവസം ലൈവ് ചെയ്ത സമയത്ത് ഒരാൾ നമ്മൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഈ പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പോൾ വേറെ പണിയില്ല, ഫുൾ ടൈം ലൈവിലാണ്, ഇപ്പോൾ വല്ല തൊഴിലുറപ്പിന് പോയിക്കൂടെയെന്ന്. ആ പറയുന്ന ആളോട് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി പറയാൻ കേട്ടോ, ഈ പെണ്ണുങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നില്ല. വീട്ടിൽ ഈ ആണുങ്ങൾ പുറത്ത് പോയെടുക്കണേക്കാളും ഒരുപാട് പണികൾ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ അതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളൂ കേട്ടോ. ഈ നമ്മുടെ കൂടെയുള്ള ഭർത്താക്കന്മാരായാലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരായാലും ആരായാലും ആണുങ്ങൾ ആരും അതങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ അത് കണ്ടതായിട്ട് അവർ നടിക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ അളവ് കൊണ്ടുവന്ന ബ്ലൗസുമെന്നും ചുരിദാറുമെന്നൊക്കെ അളവ് എഴുതിയിട്ട് ആ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ചുരിദാർ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിതാ പാൻറ്റിൻ്റെ തുണിയും ലൈനിങ്ങും കൂടി അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ടും കൂടി 4 മീറ്ററായിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാനത് പകുതിയാക്കിയിട്ട് ചുരിദാറിന് 2 മീറ്ററും പാൻറ്റിന് 2 മീറ്റർ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ചുരിദാറിൻ്റെ ലൈനിങ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവർക്ക് ഈ ചുരിദാർ ഇന്ന് രാത്രിത്തെ ഫംഗ്ഷൻ അവർക്ക് ഇടണം. ബ്ലൗസ് നാളെ രാവിലെ കല്യാണത്തിന് ഇടാനുള്ളതാണ്. അപ്പോൾ ചുരിദാറിന് അവർ വൈകുന്നേരം വരും, ഒരു 7 മണിക്കാകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്കും ബ്ലൗസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതിലിടയ്ക്ക് മോള് വന്ന് കുറച്ച് നേരം മോളായിട്ട് വർത്താനൊക്കെ പറയാൻ പോയി. അവൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ അവൾ ട്യൂഷൻ ഇല്ലയെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. അവളെ കൂടെയുള്ള വേറൊരു കുട്ടി ട്യൂഷൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൾ വീട്ടിലേക്ക് വന്നിരുന്നു. പിന്നെയാണ് അവളുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ട്യൂഷന് പോകുന്നു. അങ്ങനെ പോവാൻ മടിയായിട്ട് ആൾക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഉന്തി തള്ളി പോയിക്കോ, നാളെ ശനിയാഴ്ചയല്ലേ, നാളെ ക്ലാസ്സൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ച് നേരം വീട്ടിലിരിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ പറഞ്ഞയച്ച് വന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ മോളെ പറഞ്ഞേക്കിടൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ വീഡിയോ എടുക്കലും കട്ട് ചെയ്യലും എല്ലാം കൂടി ഒന്നും ഇപ്പോൾ വേഗം കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനൊന്നും നിൽക്കാഞ്ഞത്. അപ്പോൾ ഇതാ ചുരിദാർ എന്താ പറയുക, ഈ മെറ്റീരിയലിന് എന്താ പറയുക, ജോർജറ്റ് മെറ്റീരിയലാണ്. പക്ഷേ പാകിസ്ഥാൻ ടൈപ്പ് ആ ചുരിദാറുണ്ടല്ലോ, അങ്ങനത്തെ ആ ഒരു മോഡലാണ് കേട്ടോ. കഴുത്തും ഇതൊക്കെ അതിന് വന്നിട്ട് തന്നെയുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ്. അപ്പോൾ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ മെഷീൻ എടുത്തത്. അതിന് ശേഷം ഞാൻ മെഷീൻ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ മൊത്തത്തിൽ പൊടി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ വീട് ഞാൻ പറഞ്ഞല്ലോ നിലത്തിൻ്റെ പണി ചെയ്യാത്തതുകൊണ്ട് നല്ല പൊടി പാറും. അപ്പോൾ അങ്ങനെ
നിലത്ത് മൊത്തം പൊടിയുള്ളത് കാരണം മെഷീനിലൊക്കെ പൊടി. അപ്പോൾ അതൊക്കെ തുടച്ച് ആദ്യം തന്നെ ഞാൻ ചുരിദാർ തയ്ച്ച് വെച്ചിട്ടാണ് പിന്നെയാണ് ഞാൻ ബ്ലൗസ് തയ്ച്ചത്. അപ്പോൾ ഇനി ഇത് ബ്ലൗസും തയ്ക്കണം. അപ്പോൾ ചുരിദാർ തയ്ച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അയൺ ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ബ്ലൗസിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ബെഡിൽ പരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ നോട്ട്ബുക്കിലാണ് ഞാൻ ആൾക്കാർ കൊണ്ടുവന്ന് തരുന്നതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ തയ്ക്കട്ടെ കേട്ടോ, തയ്ച്ചിട്ട് വേണം. അങ്ങനെ ഇതാ ബ്ലൗസും ചുരിദാറൊക്കെ തയ്ച്ചു. പിന്നെ തയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കലും തയ്ക്കലും ഒക്കെ കൂടി നടക്കാത്തത് കൊണ്ടാണ് പിന്നെ തയ്ക്കുന്ന വീഡിയോസൊന്നും എടുക്കാത്തത്. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിരുന്നു ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ, ചുരിദാർ തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടൂടെ എന്നൊക്കെ. ഞാൻ ഇടാം കേട്ടോ, തയ്ക്കുന്നതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം. പക്ഷെ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തയ്യലങ്ങനെ പഠിച്ചിട്ടില്ല, എവിടെയും പോയിട്ട് അങ്ങനെ പഠിച്ചതല്ല കേട്ടോ. എൻ്റെ നാത്തൂൻ പറഞ്ഞതും പിന്നെ ചേച്ചി പോണ ഒരു കടയിൽ ഞാനങ്ങനെ പോയിട്ട് അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ചുരിദാറുമ്മലും ചേച്ചിയുടെ ചുരിദാർ അങ്ങനെയൊക്കെ തയ്ച്ച് അങ്ങനെ പഠിച്ചതാണ് കേട്ടോ ബ്ലൗസൊക്കെ. അല്ലാതെ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ട് അങ്ങനെ ഇല്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ തയ്ക്കുക. അങ്ങനെ ഇതാ ചുരിദാറൊക്കെ തയ്ച്ചു അയൺ ചെയ്ത് ബ്ലൗസൊക്കെ തുന്നി അയൺ ചെയ്ത് ചുരിദാർ ഇതാണ് കേട്ടോ ചുരിദാർ. ഇത് ചുരിദാർ അവർക്ക് ഇന്ന് വൈകുന്നേരം റിസപ്ഷൻ ഇടാനും സാരി ബ്ലൗസ് പിന്നെ നാളെ കല്യാണത്തിന് ഇടാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഞാൻ അളവ് ഒക്കെ ഒരു കവറിലും തയ്ച്ചത് ഒരു കവറിലും അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂം മൊത്തത്തിൽ വെട്ടുകഷ്ണ തുണി ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് മൊത്തം റൂമിൽ മൊത്തമാവും. ഇനി റൂമൊക്കെ മൊത്തത്തിലൊക്കെ അടിച്ച് വാരണം. അപ്പോൾ ഇപ്പം തന്നെ ഭയങ്കര ഇതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇവിടേക്കാണ് അടിച്ചു വാരി വൃത്തിയാക്കട്ടെ. അവർ 6:30 ആകുമ്പോൾ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.